നിയമസഭയിൽ സാധാരണ സ്പീക്കറും പ്രതിപക്ഷ അംഗങ്ങളും കൂടിയാണ് ഏറ്റുമുട്ടാറുള്ളത്. പതിവിനു വിപരീതമായി ഇന്ന് ഭരണകക്ഷിയിൽപ്പെട്ട കെ.ടി. ജലീലും സ്പീക്കർ എ.എം. ഷംസീറും തമ്മിലായിരുന്നു ഏറ്റുമുട്ടൽ. സ്പീക്കർ നിരവധി തവണ കെ.ടി. ജലീലിനോട് പ്രഭാഷണം അവസാനിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടും അത് കൂട്ടാക്കാതെ പ്രഭാഷണം തുടർന്ന കെ.ടി. ജലീലിന്റെ മൈക്ക് എ.എം. ഷംസീർ ഓഫ് ചെയ്യുകയും ചെയറിനോട് മര്യാദയില്ലാതെയാണ് കെ.ടി. ജലീൽ പെരുമാറിയതെന്നും നിയമസഭയിൽ കെ.ടി. ജലീലിന് പ്രത്യേക പ്രിവിലേജുകളൊന്നുമില്ല എന്നുകൂടി ഓർമ്മിപ്പിച്ചു. ആ ദൃശ്യങ്ങളിലേക്ക് ഗൗരവമായി ആലോചിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളുടെ നിലവിലുള്ള നിയമങ്ങൾ, ഞങ്ങളുടെ നിലവിലുള്ള സർവകലാശാലകളുടെ നിയമങ്ങൾ ഭേദഗതി ചെയ്യാനും ബഹുമാനപ്പെട്ട മന്ത്രി തീരുമാനിച്ചിരിക്കുന്നു. അതിനുകൂടി സർക്കാർ സന്നദ്ധമായിരിക്കുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമായിട്ടുള്ള കമ്മിറ്റിയുടെ പരിഗണന നമ്പർ പേര് സംസാരിക്കുന്നതാണ് ശ്രീ ജലീൽ. ചെയർ ഒരുപാട് തവണ റിക്വസ്റ്റ് ചെയ്തു. നോ ഇവിടെ ഡിസന്റ് നോട്ട് തന്നവരോട് കാണിച്ചു, അവർ സഹകരിച്ചു. അതൊരു ധിക്കാരാണ്, അംഗീകരിക്കാൻ പറ്റില്ല. യെസ് സംസാരിക്കുക. അല്ല, ബില്ലിലെ കാര്യം ഒരുപാട് തവണ പറഞ്ഞല്ലോ. യെസ് അങ്ങ് സംസാരിച്ചോ. ശരിയല്ല, അങ്ങനെയാണ് ശരിക്കാത്ത രീതി. അങ്ങനെയാണ് ആ ചെയർ റെസ്പെക്ട് ചെയ്യാത്തത്. ഇത് രണ്ടു ബില്ല് തരാൻ പറ്റില്ല. വിജയൻ സംസാരിക്കും. നോ തരാൻ പറ്റില്ല. ഒരുപാട് തവണ സംസാരിച്ചു, ഒരുപാട് തവണ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തു. യെസ് സംസാരിച്ചോ. അങ്ങ് സംസാരിച്ചോ. ചെയറിനോട് കാണിക്കേണ്ട ജെന്റിൽനെസ് അങ്ങ് കാണിച്ചിട്ടില്ല. യെസ് അങ്ങ് സംസാരിച്ചോ. യെസ് അങ്ങ് സംസാരിച്ചോ. അങ്ങ് സംസാരിച്ചോ. അങ്ങ് സംസാരിച്ചോ. യെസ് അങ്ങ് സംസാരിച്ചോ. മൈക്ക് അങ്ങേക്കാണ്. അങ്ങ് സംസാരിച്ചോ. അങ്ങേക്കാണ് മൈക്ക്. അങ്ങ് സംസാരിക്കാം. യെസ് അങ്ങക്ക മൈക്ക് വന്നത്. യെസ് അങ്ങ് സംസാരിച്ചോ. യെസ് അങ്ങ് സംസാരിച്ചോ. അങ്ങേക്കാണ് മൈക്ക്. യെസ് അങ്ങ് സംസാരിച്ചു. യെസ് അങ്ങ് സംസാരിച്ചോ. ശ്രീ കെ.ടി. ജലീലിന് പ്രത്യേക പ്രിവിലേജ് ഒന്നും ഇല്ല സഭക്കകത്ത്. യെസ് അങ്ങ് സംസാരിക്കും. ബില്ല് ഞാൻ മുന്നോട്ട് വെക്കുന്നു. ഇവിടെ അത് എല്ലാ അംഗങ്ങളോടും കാണിച്ച റിക്വസ്റ്റ് അംഗീകരിച്ചില്ല. അത് ശരിയായ രീതിയല്ല. യെസ്